മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു കഥയാണോ സംഭവമാണോ എന്ന് അറിഞ്ഞൂടാ. സംഭവമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം, നല്ല ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്ന ധാരണ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഏറ്റവും ഉജ്ജ്വലമായ വിദ്യാലയത്തിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും കോഴ്സുകളിലും ചേർക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി ആ നെട്ടോട്ടം ഓടുന്നത് 1.5 വയസ്സ് 2 വയസ്സായ കുട്ടികളെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് അടുത്ത 2 വർഷത്തേക്ക് രാപ്പകല് സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ചിന്തിച്ച് വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പം മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏതോ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഭാവി തീരുമാനമെടുക്കണം എന്ന രീതിയിലാണ് പലപ്പോഴും ഈ മാതാപിതാക്കളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു അനുഭവം അമേരിക്കയിലാണ് നടന്നത്. ഒരനുഭവം തന്നെയാണ്, കഥയാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പള്ളിയില് ഒരു കപ്പ്യാര്, അയാൾക്ക് ചെറിയൊരു ജോലിയേ ഉള്ളൂ, ചെറിയൊരു ശമ്പളമേ ഉള്ളൂ. അയാൾ നിരന്തരം ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പള്ളിയിലെ അച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വെറുതെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇങ്ങനെ മണിയടിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോരാ. ആദ്യം കുറച്ച് പഠിക്കണം. പഠിക്കണമെങ്കിൽ എഴുതാനും വായിക്കാനും അറിയണം. അതിന് നിങ്ങൾ അക്ഷരം പഠിക്കണം, കാര്യങ്ങൾ വായിക്കാൻ പഠിക്കണം, വായിച്ചു കൊടുക്കാൻ പഠിക്കണം. എന്നിട്ട് സമയവും കൊടുത്തു. 2 ആഴ്ചക്കകം അക്ഷരം പഠിക്കണം. അയാൾ കുറച്ചൊക്കെ ശ്രമിച്ചു, അയാൾക്ക് പറ്റിയില്ല. അച്ഛൻ പിന്നീടും അയാൾക്ക് സമയം നീട്ടിക്കൊടുത്തു. 1 മാസം കൊടുത്തു. കപ്പ്യാർ പിന്നെയും പഠിച്ചില്ല. അവസാനം കപ്പ്യാർക്ക് ഒരു വാർണിംഗ് ലെറ്റർ കൊടുത്തു, 1 മാസത്തിനുള്ളിൽ പഠിച്ചില്ലെങ്കിൽ പുറത്താക്കുന്ന. അപ്പോഴും കപ്പ്യാർ പഠിച്ചില്ല. അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ശരിക്കും വേദനയോടുകൂടി അയാള് റോട്ടിലേക്ക് ഇറങ്ങി. അയാളിങ്ങനെ നടന്ന് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ, ഇന്ന് അമേരിക്കയിൽ വളരെ കോമൺ ആയിരുന്നു തണുപ്പുള്ള രാജ്യത്തിൽ സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അയാളൊരു ചെറിയ സിഗരറ്റ് കട അന്വേഷിച്ച് ഈ കപ്പ്യാരെ പള്ളിയിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ കൊടുത്ത കുറച്ച് $, കയ്യിലുണ്ടായിരുന്നു. അതില് തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ചെലവഴിച്ചിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതവിടെ മുഴുവൻ അന്വേഷിച്ചു. അയാൾക്ക് ഒരു സിഗരറ്റും കിട്ടിയില്ല. അയാൾ വീണ്ടും മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചിന്തിച്ചു, ഇങ്ങനെ ജോലി പോകുന്നവർക്കും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും അവർക്കൊരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു സിഗരറ്റിന്റെ ചെറിയ ഒരു ബിറ്റ് കിട്ടാൻ പോലും ഇല്ലല്ലോ. അയാൾക്ക് അച്ഛൻ കൊടുത്ത പൈസ കൊണ്ട് അയാള് കുറച്ച് സിഗരറ്റ് പാക്കറ്റ് വാങ്ങിച്ച് പതുക്കെ വിൽക്കാൻ തുടങ്ങി ആ പ്രദേശത്ത്. ഇനി വേറെ ജോലിയൊന്നുമില്ല. ധാരാളം പേര് സിഗരറ്റ് വാങ്ങിക്കാൻ വന്നു. അയാൾ കൂടുതൽ സിഗരറ്റ് പാക്കറ്റ് വാങ്ങിച്ച് വിൽക്കാൻ തുടങ്ങി. പലരും വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശത്തും സിഗരറ്റ് ലഭ്യമല്ല, നിങ്ങൾ അവിടെയും ഒരു കട തുടങ്ങണം. അടുത്ത് 2ാമത്തെ കട തുടങ്ങി. പിന്നെ അതൊരു 3ാമത്തെ കട തുടങ്ങി. അങ്ങനെ സിഗരറ്റ് വിൽക്കുന്ന ഒരു കടയുടെ ശൃംഖല തുടങ്ങി. കുറെ കഴിയുമ്പോഴത്തേക്കും ഇയാള് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി, ധാരാളമായി. അപ്പൊ പലരും അയാളോട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ സിഗരറ്റ് വാങ്ങിച്ച് വിൽക്കുന്നതിന് പകരം സിഗരറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലതല്ലേ. അങ്ങനെ അയാൾ സാവധാനത്തിലൊരു സിഗരറ്റ് കമ്പനി തുടങ്ങി. വലിയ വിജയമായിരുന്നു അത്. അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ബാങ്കിലെ ആൾക്കാർ അയാളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റും അതിൽ നിന്ന് പിൻവലിക്കുന്ന എമൗണ്ടും അതുമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബാങ്കിലേക്ക് വരാറേയില്ല. അപ്പം നിങ്ങൾ വന്നിട്ട് ആ അക്കൗണ്ട് ബുക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കണം. അപ്പം ഇയാള് അവരോട് പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ, അത് നിങ്ങൾ ചെയ്താൽ മതി.
അപ്പോ അയാളും ബാങ്കിലെ ആൾക്കാരും മറ്റുള്ളവരും ഇയാളെ ഒരു തരത്തിൽ കളിയാക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ബിസിനസിന്റെ ഉടമ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളായിട്ട് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി അതുപോലും നോക്കാൻ പറ്റാത്ത ഒരാളായിട്ട് മാറാം. എന്നിട്ട് കുറെ ഇതാക്കി. അവസാനം ഇയാൾ അവരോടൊക്കെ പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു എങ്കിൽ ഞാൻ ഇന്നും ആ പള്ളിയിലെ കപ്പ്യാരായിട്ട് മാത്രം തുടരുമായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ എനിക്ക് സാധിച്ചത്. ഞാൻ ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ലോകം അറിയപ്പെടുന്ന സിഗരറ്റ് കമ്പനി അദ്ദേഹമാണ് സ്ഥാപിച്ചത് എന്ന് പിന്നീട് അറിഞ്ഞു. ഏത് കമ്പനിയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഞാൻ അതിൻ്റെ പുറകെ അന്വേഷിച്ചു പോയുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരവസ്ഥയിലുള്ള വ്യക്തിക്ക് ലോകത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന ധാരണ തെറ്റാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, +2 പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇയാൾ യൂസ്ലെസ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. മൈക്കേൽ ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ് ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. അയാൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. പ്രീ യൂണിവേഴ്സിറ്റി +2 ലെവൽ പോലും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവാൻ സാധിച്ചു. സ്റ്റീവ് ജോബ്സ് ഒരു യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. ഞാൻ എക്സാമ്പിളിലൂടെ കടന്നു പോണില്ല. നിങ്ങൾ അറിയാനുള്ളത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മക്കൾക്ക് 100ൽ 100 കിട്ടിയാലേ മക്കൾ ബുദ്ധിമാന്മാരും മക്കൾ കഴിവുള്ളവരും ആവുള്ളൂ എന്ന് ധരിക്കല്ലേ, ഒരിക്കലും ധരിക്കല്ലേ. ഞാൻ എല്ലാവരോടും പറയുന്നു, മനുഷ്യ മനസ്സ്, മനുഷ്യന്റെ DNA, മനുഷ്യന്റെ ജന്മവാസന, അത് ഒരു പക്ഷെ വലിയൊരു ഡോക്ടർ ആവാനല്ല എങ്കിൽ, എഞ്ചിനീയർ ആവാനല്ല എങ്കിൽ ഈ ലോകത്തിൽ എത്രയോ വഴികളും മാർഗങ്ങളും ഉണ്ട്. ഇന്നൊരു യേശുദാസ് അങ്ങേര് MSc PhD മറ്റോ എടുത്തിരുന്നെങ്കിൽ ഒരു ഗാനഗന്ധർവനെ നമുക്ക് കിട്ടുമായിരുന്നില്ല. ഒരു മോഹൻലാലിനെയോ ഒരു മമ്മൂട്ടിയോ ഒരു ബാലമുരളി കൃഷ്ണയോ ഒരു AR റഹ്മാനെയോ അല്ലെങ്കിൽ ഉജ്ജ്വലരായിട്ടുള്ള പലരും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വലിയ പെർഫോമൻസ് ഒന്നും നടത്തിയവരല്ല. അതിന്റെ അർത്ഥം അവർ പഠിക്കാത്തവരാണെന്നല്ല കേട്ടോ, അങ്ങനെ എടുക്കല്ലേ. അപ്പൊ വലിയ മാർക്ക് മേടിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ധന്യരാവുള്ളൂ എന്ന ധാരണ തെറ്റാണ്. മാർക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അടയാളം എന്നേ ഉള്ളൂ. ഒരേ പേപ്പർ 2 പേര് നോക്കിയാൽ ഒരേ മാർക്കായിരിക്കില്ല കിട്ടുക. ഉൾക്കൊണ്ട് എഴുതുന്നതും വെറുതെ എഴുതുന്നതും മാർക്ക് കിട്ടാൻ ഒരേപോലെ തന്നെ സഹായിച്ചു എന്ന് വരും. പലപ്പോഴും വെറുതെ ബൈഹാർട്ട് പഠിച്ച് എഴുതുന്ന ആൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വരും. ഇപ്പോൾ ഓണപരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി ചേർത്ത് ഇപ്പോൾ പറഞ്ഞതാണ്, മാർക്ക് മാത്രമല്ല ജീവിതം. കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ ആ കുട്ടിയെ അവഹേളിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ നീ യൂസ്ലെസ് ആണെന്ന് പറയുകയോ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുകയോ, മാർക്ക് ആവശ്യമാണ്, നല്ലതാണ്, എല്ലാമാണ്, പക്ഷെ അതാണ് ജീവിതം എന്ന് ധരിച്ച് നമ്മൾ മക്കളോട് ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മാർക്ക് വേണം. മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് 10ാം ക്ലാസ്സിൽ എത്രയാ മാർക്ക് കിട്ടിയെന്ന്, നരേന്ദ്രമോദിക്ക് എത്രയാ മാർക്ക് കിട്ടിയെന്ന് അന്വേഷിക്കാറുണ്ടോ, എബ്രഹാം ലിങ്കൺ എത്ര മാർക്കാ കിട്ടിയെന്ന് അന്വേഷിക്കാറുണ്ടോ? എന്നാലോചിച്ച് നോക്കുക. ലോകത്തിൽ ഉയരാനും വളരാനും മാർക്ക് ഒരു വഴിയാണ്, നല്ലതാണ്, അതെല്ലാം ശരിയാണെങ്കിലും അതുണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാവുള്ളൂ എന്ന ധാരണ തെറ്റാണ്. ഈ കപ്പ്യാരുടെ കഥ, അതായത് എഴുതാനും വായിക്കാനും അറിയാതിരുന്നത് കൊണ്ടാണ് അയാൾ ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനായി മാറിയത്. അയാളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വാസന, ഒരു സിഗരറ്റ് വലിക്കണമെന്ന തോന്നലിലൂടെ അത് പുറത്തേക്ക് വന്നത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അയാളെ അനുവദിച്ചു എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഓർമ്മിക്കണം, മറക്കരുത്. പ്രണാമം, നമസ്കാരം.